ഇറാൻ US സംഘർഷം നിലനിൽക്കെ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ ആളിക്കത്തുകയാണ്. ട്രംപിന്റെ അന്ത്യശാസനം വകവയ്ക്കാതെ തന്നെ ഇറാൻ ആകട്ടെ മുന്നോട്ട് തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാകട്ടെ ലോകരാജ്യങ്ങൾക്കുൾപ്പെടെ വലിയ ആശങ്കയാണ് അവരുടെ ഇടയിലേക്ക് പരത്തുന്നത്. ഇറാന്റെ മേൽ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്കിന് സാധ്യത ഏറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടെ ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാകാൻ തന്നെ അതിനുവേണ്ടിയുള്ള പരിമിത ആക്രമണം നടത്താൻ പോലും നക്കൾ തയ്യാറാണ് എന്നും വ്യക്തമാക്കുന്നു. ഇതിൽ ഫലമുണ്ടായില്ല എങ്കിൽ വർഷാവസാനം സമ്പൂർണ്ണ ആക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ തുനിയുകയാണ് എങ്കിൽ അതിൽ ഇവിടെ അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്ക ആകട്ടെ ലെബനോനിലെ ബെയ്റൂട്ടിലെ എംബസിയിലെ ഭൂരിഭാഗം ജീവനക്കാരെയും അവിടെ നിന്നും പിൻവലിക്കുകയും അല്ലെങ്കിൽ പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാൻ കാത്തു നിൽക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് പലതവണ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് വലിയ രീതിയിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ഒരു പ്രതികരണം എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ഇറാൻ US-ന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈനിക അഭ്യാസം നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഡ്രോണുകൾ, മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള യുദ്ധ ഉപകരണങ്ങൾ അതിനെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനമാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ രാജ്യത്തിന്റെ തെക്കൻ തീരങ്ങളിൽ സൈനികാഭ്യാസം നടത്തിയെന്ന് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കരയിൽ നിന്ന് കടലിലേക്ക് തൊടുക്കാനാകുന്ന മിസൈലുകൾ, റോക്കറ്റുകൾ, പീരങ്കികൾ, വിവിധ ഡ്രോണുകൾ എന്നിവയെല്ലാം തന്നെ ഇതിലൂടെ തന്നെ പരീക്ഷിച്ചതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സേനാ വിന്യാസം അത് കാട്ടിയുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പും ഭീഷണികളും അന്ത്യശാസനങ്ങളും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ സൈനികാഭ്യാസം നടന്നിരിക്കുന്നതും. എന്നാൽ അമേരിക്കയുടെ ഭീഷണിയിൽ ഏകപക്ഷീയമായ കരാറുകൾക്ക് വഴങ്ങില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ സംബന്ധിച്ചുകൊണ്ട് ചർച്ചയ്ക്കായി തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് നടക്കും. എന്നാൽ ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെ ഗൾഫ് മേഖലയിലേക്ക് വൻതോതിലുള്ള സൈനിക വിമാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും എത്തിച്ചതായി തന്നെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആകട്ടെ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള ട്രംപിന്റെ കരുതിക്കൂട്ടിയുള്ള ഒരു പദ്ധതിയായി തന്നെ അല്ലെങ്കിൽ ഒരു നീക്കമായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. ഇറാന്റെ ഭാഗമായി തന്നെ US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സജീവമായി തന്നെ അല്ലെങ്കിൽ അത് സജ്ജീകരിച്ചതായി തന്നെ വ്യക്തമാക്കുന്നു. ഇനി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഇതിലൂടെ തന്നെ പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുന്നതിന് പകരമായി തന്നെ ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്ന രീതിയിലുള്ള കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നതാണ് ഇവരുടെ അല്ലെങ്കിൽ ട്രംപിന്റെ അടക്കം നിലപാട് എന്നതാണ് സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.